കൈ കാണിച്ച കൈ. ഇപ്പം നമ്മളുള്ളത് ആസ്റ്റർ മിംസിൻ്റെ അവിടെയാണ് ഉള്ളത്. ഇത് കണ്ടാ ഇവിടെ വണ്ടി നമ്മൾ എല്ലാം കൂടെ ഉരുണ്ട് വീണ്. ഇവിടെ ഫുള്ള് താറാണ്. അത് സ്പീഡും ഇല്ല, ഒന്നുമില്ല, മെല്ലെ വരികയാണ്. അപ്പം തന്നെ നമ്മളിവിടെ ഉരുണ്ട് വീണ്. ഇവിടെ ഫുൾ ഓയിലാണ്. ഇപ്പം ഇതാ വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായി, ഒന്നും പറ്റിയിട്ടില്ല. കൈ കാണിച്ച അടിപൊളി. നമ്മൾ മെല്ലനെ വന്നുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ട റോഡ് മൊത്തം നടക്കാൻ പറ്റുന്നില്ല. നടക്കുമ്പം തന്നെ സ്ലിപ്പാകുന്നു. ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്, ഓയിലിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. അയ്യോ, ഇതിലൂടെ നടന്ന് വരുമ്പം തന്നെ ഇപ്പോൾ നല്ലോണം ഊരുന്നുണ്ട്. പോരാത്തതിന് മഴയുമാണ്. ഇതിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഒന്ന് സൂക്ഷിച്ചോ. ആസ്റ്റർ ബേബിയുടെ സൈഡ് എത്തുമ്പോൾ കണ്ണൂർ പോകുന്ന വഴിക്ക് നമ്മൾ മെല്ലെ പോകുന്നതുകൊണ്ട് ടയർ കാണിച്ചു കൊടുത്തേ. ടയറുമ്മിൽ ഫുള്ള് കിടക്കുന്നത് ഓയിലാണ്. ഇതാ ഇവൻ്റെ ഷൂ മുട്ട്, എൻ്റെ മുട്ട്, ഇതാ പാൻറ്റ് മൊത്തം ഓയിൽ. എന്നാൽ പിന്നെ ഇത് മറിഞ്ഞിട്ട് ഇത് ന്യൂസ് വരെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതാരും ക്ലീൻ ചെയ്യുന്നില്ല. ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. ഫയർഫോഴ്സും ടീമും അല്ല. ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഓയിൽ നിറഞ്ഞു കിടക്കുകയാണ്. ക്ലീൻ ചെയ്യാൻ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇത് കണ്ട കട്ട ഓയിലാണ്, ഓയിൽ. ഇതിനെ ഇവിടുന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരാൾക്കാർ പോലും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഫുള്ള് കരി ഓയിലാണ്. ഇതാ പാൻറ്റ് മേലെല്ലാം കരി ഓയിൽ. ഷൂ ഒക്കെ നശിച്ച് കൊണ്ടാരായി. എടാ തിന്നറായിട്ട് ഓർക്കേണ്ടി വരും, അല്ലെ പെട്രോൾ അങ്ങനെ ആക്കേണ്ടി വരും. അടിപൊളി. അത് നമ്മളും വളരെ സ്ലോ അല്ല വരുന്നത്, അതുകൊണ്ട് ഒന്നും ആയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ജില്ലയിൽ എത്തിയേനെ. ആടെ അത്രയും ഓയിലുണ്ട്. നേരെ തലശ്ശേരിക്ക് പോകേണ്ടി വരില്ല. തലശ്ശേരിക്ക് ഊരി അങ്ങ് എത്തും സ്കിഡായിട്ട്. ഇതാരാ ഇവിടുന്ന് കരി ഓയിൽ ഇതുകൊണ്ട് എന്താ സംഭവം കുഴപ്പമൊന്നുമില്ല. ആർക്കും പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇവിടെ ഫുൾ ഓയിലാണ്. കണ്ണൂർ സൈഡിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ബൈക്കിൽ പോകുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിച്ചാൽ മതി. നമ്മളെക്കാൾ മുമ്പ് ആരോ അവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അവിടെ ഒരു CT100 ബൈക്കും കിടക്കുന്നുണ്ട്. അവരെ ചെരുപ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ നീച്ച് വന്നു. പക്ഷേ ഫുൾ ഓയിലാണ്. ഷൂസ്, കയ്യിലെല്ലാം ഓയിലാണ്. ഇതാ അതേപോലെ തന്നെ ഇതാ ഇവനും ഫുൾ ഓയിലാണല്ലോ. പിന്നെല്ലാം ഫുൾ ഓയിൽ. ഇപ്പോൾ ഇത് വെള്ളമാണ്. നമ്മളിപ്പോൾ അവിടുന്ന് മുതൽ ഇങ്ങത്തോളം തള്ളി വന്നതാ. ഇതാണിപ്പോൾ അവസ്ഥ. കൈ ഷൂസ് പാൻറ് ഫുള്ള് കംപ്ലീറ്റ് ഓയിൽ. ഇതാണെങ്കിൽ നല്ല കട്ടിയുള്ള താറ് പോലത്തെ ഓയിൽ പോന്നുമില്ല. അപ്പോൾ റോഡ് മേൽ കുറച്ച് വെള്ളം കണ്ടിട്ട് കൈ കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയതാ. കാരണം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. പോകുന്നുണ്ടാ? ഇല്ലാലോ, ഇത് പോവില്ല. ഇത് JCB വന്നിട്ട് നമ്മൾ കൈമ തന്നെ മാന്തി എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഷൂസ് പോയി. ഇത് പോകുന്നില്ല. എന്ത് താറാണ് ഇത്? ഇതിനെക്കാട്ടല്ല സൂപ്പർ ഗ്ലൂ ആകുന്നതിന്. സംഭവം ഇത് പോകുന്നുമില്ല. സംഭവം കൈമേൽ ഒട്ടിപ്പിടിച്ചിട്ട് ജെല്ല് പോലെ. ഇതിപ്പോൾ ഈ കയ്യിലുമായി. ഇത് പോകുന്നുമില്ല. ഇവിടെ വരക്കാം. അതെ ഗൈസ്, ആകെ പെട്ടിട്ടാണ് വീണു. അങ്ങോട്ടടി. ഇതിപ്പോൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങേണ്ടി വരും ഇത് കൈക്ക് വൃത്തിയാക്കാൻ. വരച്ചിട്ട് പോവാത്ത വരച്ചിട്ട് ഈ സാധനം പോകുന്നില്ല. വൈറ്റിലാണ് അടിച്ച്. വൈറ്റിലായിട്ടും വൈറ്റ് പോവാന്നല്ലാതെ കയ്യിൽ നിന്ന് ഇത് പോകുന്നില്ല. ഇതെന്താണ് ഇത്? അലുവ കഷ്ടത. നിങ്ങൾ കണ്ടോ? ഇതാ ഇങ്ങനെ പൂട്ടി തുറക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. ഒട്ടിപ്പിടിക്കുന്നു, പോകുന്നില്ല. വണ്ടി വരെ ഗ്രീസാണ്. ഇങ്ങോട്ടടി. ഇത് പെട്രോളിൽ മാത്രമേ ഇത് റെഡിയാക്കാൻ പറ്റൂ. അത് കഴിച്ചിട്ടില്ലാത്ത പണിയിട്ടോ നമുക്ക്. ഇത് മുറിഞ്ഞു പോവാ.
വലിക്കാൻ പറ്റില്ല, അത് വലിയുന്നു, റബ്ബർ പോലെ വലിയുന്നുണ്ട്. വേണ്ട, നമുക്ക് പമ്പിന്ന് എണ്ണ വാങ്ങിയിട്ട് മൊത്തം കൈകി വൃത്തിയാക്കണം, കുളിക്ക. അതാണ് ഏറ്റവും നല്ല. ഷൂവിൻ്റെ മേലെ ഉള്ളത് വരെ പോകുന്നില്ല. പുതിയ ഷൂ ആയിരുന്നു കൈ, അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. കൈമേലുള്ള ഇനി പോകൂല, ഇത് നിങ്ങളെ പെർമനന്റ് ആണ്. ഇനി ഇത് പറഞ്ഞതല്ല, കുറച്ചിട്ട് പോകുന്നില്ല. നമ്മൾക്കൊരു ഷൂ എങ്കിലും വാങ്ങിത്തരാൻ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ആരോട്? അതേ അവസ്ഥയിലായി ഉള്ളത്. ഓയിൽ മറിച്ച ആൾക്കാരോടാ. പുതിയ പാൻറ് അതും പോയി, പുതിയ ട്രാക്സ് അതും പോയി, എല്ലാം പോയി. വണ്ടിയിൽ നോക്കി ഒരിക്കലും സ്ക്രാച്ച് ഉണ്ടോന്നില്ലാലോ. വണ്ടി ക്ലച്ച് എല്ലാം തിരഞ്ഞു കാണും. കട്ട ഓയിൽ കണ്ട, ഓയിൽ കട്ടയാണ് ഇവിടെ. കിട്ടിയത് വീണിട്ട് കൈവരെ മുറിട്ടില്ല, കാരണം അത്രയും കട്ടക്കാണ് അവിടെ ഓയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം വന്നില്ല, എല്ലാം ഓയിലിൽ തന്നെയാണ് ഉണ്ടായത്. ഈ കൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കട്ടിയുള്ള ഓയിലായിരുന്നു അവിടെയെന്ന്. ഇപ്പോൾ ഇതാ പെട്രോൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഫുള്ള് പണി പാടിയിട്ടാണുള്ളത്. ഇപ്പോൾ ഇത് കൈകിട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്, പെട്രോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ റോഡിൽ മൊത്തം ഓയിലാ. ഇതണ്ട ഷൂ മൊത്തം ഇല്ല, ഒന്നും പറ്റില്ല, അത്രയും കട്ടക്ക് ഓയിൽ ഉണ്ട് ആടാ. ഇനി പെട്രോൾ ഇട്ടിട്ടൊന്ന് കൈകി നോക്കട്ടെ പോകുമെന്നുള്ളത്. പെട്രോൾ ഇട്ടിട്ട് മാത്രമേ ഇനി ഇത് കഴുകാൻ പറ്റൂ. വെള്ളം കൊണ്ട് നമ്മൾ കുറേ നോക്കി, റോഡ് മേൽ കൈയിട്ട് വരച്ചിട്ട് തോല് പോകുക എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പം പെട്രോൾ വാങ്ങി, പാൻറ് പോയി, ഷൂ പോയി, ഭാഗ്യത്തിന് നമുക്ക് മാത്രമൊന്നും പറ്റിയിട്ടില്ല. വണ്ടിക്കും പ്രത്യേകിച്ചിട്ടൊന്നും പരിക്കൊന്നുമില്ല. പഠിച്ചവൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്കൊന്നും പറ്റിക്കില്ല, അൽഹംദുലില്ലാഹ്. വണ്ടിയിൽ പോകുന്നു, പെട്രോൾ കിട്ടുന്നുണ്ടോ? പോയല്ലോ, ആക്കിയപ്പോൾ അയ്യോ റെഡിയായി. കൈയായി. ഇനി ഷൂവിൻ്റെ കാര്യം നോക്കാം. ഇതിൻ്റെ കാരണക്കാരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ജോഡി ഷൂവും 2 ജോഡി ഷൂ, 2 ജോഡി പാൻറ്റും. ഇതാ നമ്മളെ ഷൂവിൻ്റെ കോല നോക്കിയതാ. പാൻറ് പോയി, പാൻറ് വാങ്ങിത്തരാം. ടീഷർട്ട് പോകണ്ട, അത് നമ്മൾ വിട്ട്. ടീഷർട്ട് നമ്മൾ കൈക്കൽ കൂട്ടാൻ എടുത്തോളും വീട്ടിൽ. പക്ഷെ പാൻറ് പുതിയ പാൻറ് നമ്മൾ രണ്ടാളി, ഷൂസ് 2 പുതിയ പാൻറ്റും വേണം, 2 ഒരു ബൂട്ട് മസ്റ്റ്. ഇതാണ് നമ്മളെ ചങ്ങായി, പമ്പിൽ നമ്മളെ മുത്ത്. ഇവനെ നമുക്ക് ഹെൽപ്പാക്കി തരുന്നത്. ഇവൻ വന്നപാടെ ചോദിച്ച 2 കാര്യം, നിങ്ങൾക്ക് എന്തും പറ്റീനോ? എൻ്റെ പേരെന്തനോ? പ്രജിത്ത. ആ, നീ പന്തൊക്കെ തന്നെ ഇവിടെ തന്നെയാ? ഇവിടെ തന്നെ എൻ്റെ സ്ഥലം എടാ? പത്തായം കൊന്നു. ഇവനെ നമുക്ക് ഹെൽപ്പാക്കി തരും.